ഹലോ ആൻഡ് വെൽക്കം ടു ടോക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ബജാജിന്റെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബജാജ് പുതിയൊരു നെയിമിലാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കുന്നത്. ഓക്കെ, അർബനൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡോട് കൂടിയിട്ടാണ് ബജാജിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഒക്ടോബർ 16 ഓക്കെ, ഇന്നാണ് ഈ ബജാജിന്റെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡിസൈനിന്റെ കാര്യം പറയുമ്പോൾ ഓൾറെഡി കുറെ ട്രോള് പോലെ വന്നു തുടങ്ങിയിരിക്കുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസൈൻ എന്ന് പറയുന്നത് വെസ്പയുടെ ഇലക്ട്രിക് സ്കൂട്ടറിനോട് സാമ്യതയുള്ള അല്ലെങ്കിൽ വെസ്പയുടെ പല ഡിസൈനോടും സാമ്യതയുള്ള ഒരു മോഡലാണ് എന്നുള്ള ഒരു ട്രോള് പോലെ അല്ലെങ്കിൽ ഒരു ട്രോള് പോലെ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് പ്രശ്നമില്ല, കാരണം ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്കൂട്ടറിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതൊരു പരിധി ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ തീരെ പരിധിയില്ലാത്ത ഒരു മോഡൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഇറ്റാലി ജെറ്റിന്റെ ഡ്രാഗ്സ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ, ഇറ്റാലി ജെറ്റിന്റെ ഡ്രാഗ്സ്റ്റർ പുതിയൊരു മോഡൽ വരുന്നുണ്ട്. അത് ഞാനൊരു പുതിയൊരു വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാം. ഇറ്റാലി ജെറ്റിന്റെ ഡ്രാഗ്സ്റ്റർ എന്ന് പറഞ്ഞ മോഡലിനെ കുറിച്ചിട്ട്. ബജാജ് ഇറക്കുന്ന ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയായിരിക്കും ബജാജ് ചേതക്, അല്ലെങ്കിൽ അർബനേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന ചേതക്. ഓക്കെ, ഫസ്റ്റ് നെയിം സ്പൈ ചെയ്തിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ചേതക് ചിക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ, ആ പേര് തികച്ചും മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പേരിലെ ആ ചിക്ക് എന്നുള്ള വേർഡ് ഒഴിവാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അല്ലെങ്കിൽ ഫസ്റ്റത്തെ മോഡൽ തന്നെയാണ് അർബനേറ്റ് എന്ന ബ്രാൻഡോട് കൂടി ബജാജ് ഇറക്കുന്ന ചേതക്. ഓക്കെ, അതാണ് അവരുടെ ഏറ്റവും ഫസ്റ്റത്തെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത്. ഈ ബൈക്കിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം സെപ്റ്റംബറോട് കൂടിയിട്ടായിരുന്നു. ഓക്കെ, സെപ്റ്റംബറോട് കൂടി സ്റ്റാർട്ട് ചെയ്ത പ്രൊഡക്ഷൻ അവർ അതിനൊപ്പം തന്നെ ടെസ്റ്റിംഗ് നടന്നിരുന്നു. ഓക്കെ, നമുക്ക് വളരെയധികം തവണ ഈ ബൈക്ക് റോഡ് ടെസ്റ്റിങ്ങിന് കണ്ടിരുന്നു. ഓക്കെ, റോഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ ഈ മോഡൽ നമുക്ക് ഏകദേശം അവർ ജനുവരി 2020 കൂടി നമ്മുടെ ഡെലിവറി ചെയ്യാനാണ് സാധ്യത. ഓക്കെ, ജനുവരി 2020 കൂടി ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. ബൈക്ക് ടെസ്റ്റിംഗ് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും പറഞ്ഞിരുന്നത്, ഇതിന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എത്തർ 450 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾസ് ആണ്. ഓക്കെ, ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള കമ്പനി ആയിരുന്നു എത്തർ. ഓക്കെ, അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫസ്റ്റത്തെ ഒരു മോഡൽ തന്നെയാണ് എത്തർ 450 എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ, ആ മോഡലിനെ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മോഡലായിരിക്കും ബജാജിന്റെ ചേതക് എന്നാണ് ഇപ്പോൾ ടോട്ടലി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് തന്നെ അതിനൊരു സംസാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കൂടിയും ആ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, വിലയുടെ കാര്യത്തിലും കറക്റ്റായിട്ടൊരു നല്ലൊരു കറക്റ്റ് ഒരു പ്രൈസിങ് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മോഡലും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. ബജാജിന്റെ ഇലക്ട്രിക് ബ്രാൻഡ് ആയിരിക്കും അർബനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അർബനേറ്റിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ചേതക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ റിവീൽ ചെയ്തിട്ടില്ല. ഓക്കെ, കുറേ ഒരു കാര്യങ്ങൾ, പ്രത്യേകിച്ച് മോട്ടറിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ പ്രൈസിന്റെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ലോഞ്ച് മാത്രമാണ് ഇന്ന് അവർ ചെയ്തിട്ടുള്ളത്. ഡിസൈനിന്റെ കാര്യം പറയുമ്പോൾ മോഡേൺ റിട്രോ ക്ലാസിക് ഡിസൈൻ തന്നെയാണ് ചേതക് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വെസ്പ എന്ന് പറയുന്ന ഒരു മോഡലിന് സാമ്യതയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു മോഡൽ ഏകദേശം ക്ലാസിക് ഡിസൈൻ ആയിട്ടുള്ള റിട്രോ മോഡൽ തന്നെയാണ്. അപ്പോൾ ആ ഡിസൈനോട് കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിട്ടാണ് ചേതക് വരുന്നത്. നമുക്ക് മേജറായിട്ട് അറിയാം, നമുക്ക് ചേതക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ് ചേതക് എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പേരോട് കൂടി തന്നെ ഒരു ഇലക്ട്രിക് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഒരു ക്യാച്ചി ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു മോഡലിലേക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രിക്കിലേക്ക് മാറാനായിട്ട് കുറേ പേർക്ക് വിഷമമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫീല് ഈ ഒരു ചേതക് എന്നുള്ള പേരോടെ മാറ്റിയെടുത്ത് കസ്റ്റമേഴ്സിനെ എല്ലാം ഇലക്ട്രിക് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സെഗ്മെന്റിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ബജാജ് ചേതക് എന്നുള്ള പേര് മെയിനായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം. ചേതക് ചിക്കിന്റെ ഹെഡ് ലാമ്പ് എന്ന് പറയുമ്പോൾ റൗണ്ട് ഹെഡ് ലൈറ്റിനോട് കൂടിയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് ചേതക്കിന് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെർട്ടിക്കലി സ്റ്റാക്ക് ആയിട്ടുള്ള എയർ വെന്റ്സും ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ബാറ്ററിയുടെ എയർ വെന്റ് ആയിരിക്കാനാണ് സാധ്യത മെയിനായിട്ട്. ഡിസൈനിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ കർവ്ഡ് സൈഡ് പാനൽസും അതുപോലെ തന്നെ അലോങ് വിത്ത് ക്രോം ടച്ചസ് ആണ്. ഓക്കെ, കർവ്ഡ് സൈഡ് പാനൽസും അതുപോലെ ക്രോം ഫിനിഷും ക്ലാസിക്കൽ ലുക്ക് വളരെയധികം ഈ സ്കൂട്ടറിന് കൊടുക്കുന്നുണ്ട്. ലൈറ്റിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫുൾ LED ലൈറ്റിംഗ് ആണ് ബൈക്കിന് വരുന്നത്. അതുപോലെ തന്നെ റൗണ്ട് ഫുൾ LED DRL ഡേ ടൈം റണ്ണിങ് ലൈറ്റ്. ഫുൾ റൗണ്ടോട് കൂടിയിട്ടുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ആണ് ചേതക്ക് ഇലക്ട്രിക് സ്കൂട്ടറായ ചേതക്കിന് വരുന്നത്. ടെയിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റായി നിൽക്കുന്ന ടെയിൽ ലൈറ്റ് ആണ് ഈ സ്കൂട്ടറിന് വരുന്നത്. അതുപോലെ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് സ്പ്ലിറ്റായി നിൽക്കുന്ന 10 ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഈ സ്കൂട്ടറിന് മെയിനായിട്ട് ഒരു അട്രാക്റ്റീവ് ലുക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും റിയർ ടെയിൽ ലൈറ്റ് ആണെങ്കിലും ഓക്കെ, അതിനൊരു ബ്ലിങ്കിങ് ആയിട്ടുള്ള, നമ്മുടെ ഇപ്പോൾ ലക്ഷറി കാറിനൊക്കെ നമുക്ക് കാണുന്ന പോലെ ബ്ലിങ്കിങ് ചെയ്യുന്ന പോലെയുള്ള ഒരു മോഡ് അല്ലെങ്കിൽ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് അതിലുണ്ട്. ഓക്കെ, അതൊരു ലക്ഷറി കാറിന് കാണുന്ന ഒരു ഫീല് പോലെയാണ് നമുക്ക് ശരിക്കും ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഏകദേശം പറയാം, നമുക്ക് നല്ല ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡിനൊക്കെ നമുക്ക് ഏകദേശം സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ മോഡ് ചേഞ്ച് ചെയ്തതനുസരിച്ച് ലൈറ്റിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് വരുമ്പോൾ വളരെയധികം അട്രാക്റ്റീവാണ് വരുന്നത്.
നമുക്കറിയാം നോർമലായിട്ട് ഇത് ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആയിട്ട് ചില ബൈക്കിനൊക്കെ ബൾബ് മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കുള്ള ഒരു ബ്ലിങ്കിങ് ചെയ്യുന്ന ഒരു മോഡ് വരാറുണ്ട്. ഓക്കെ, ഇത് ഇവർ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഇവർ ഈ സ്കൂട്ടറിൽ ഇത് ചെയ്തിരിക്കുകയാണ്. മീറ്റർ കൺസോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫുള്ളി ഡിജിറ്റലായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ചേഞ്ച് വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് കമ്പനി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. സർക്കുലർ ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ തന്നെയായിരിക്കും ചേതക്കിന് വരുന്നത്. ഓക്കെ, ഈ ചേതക്കിൻ്റെ ഈ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം എല്ലാ മോട്ടോർ സൈക്കിൾസും അല്ലെങ്കിൽ എല്ലാ സ്കൂട്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഇനി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വഴി നമ്മുടെ റൈഡറിൻ്റെ മൊബൈലിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെഡിക്കേറ്റഡ് ആപ്പ് വെച്ചിട്ട്. അപ്പോൾ അത് ഇനി ഒരു നോർമൽ ആവാനാണ് സാധ്യത. ഓക്കെ, അത് അങ്ങനെയായി വരും. അത്രയധികം ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് ഈ ലോകത്തിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയാം, ഇപ്പോൾ സ്മാർട്ട് ഫോൺ മോട്ടോർ സൈക്കിളാണോ അല്ലെങ്കിൽ സ്കൂട്ടറായിട്ടോ കണക്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ മീറ്റർ കൺസോളിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൾ നോട്ടിഫിക്കേഷൻ, ഞാൻ പറഞ്ഞ കോൾ ആൻഡ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ, അതുപോലെ 10x10 നാവിഗേഷൻ സിസ്റ്റം. ഓക്കെ, 10x10 നാവിഗേഷൻ സിസ്റ്റം, അതുപോലെ ബാറ്ററി റേഞ്ച്, സ്പീഡ്, സർവീസിൻ്റെ ടൈം എപ്പോഴാണ്, അതുപോലെ തന്നെ ക്ലോക്ക്. പിന്നെ കളറിൻ്റെ കാര്യം പറയുമ്പോൾ വളരെയധികം കളറോട് കൂടി തന്നെയാണ് ചേതക് എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നത്. ഓക്കെ, ബ്ലൂ, റെഡ്, വൈറ്റ്, ബീജ്, സിൽവർ ആൻഡ് ബ്ലാക്ക്, ഇത്രയധികം കളറോട് കൂടി തന്നെയാണ് ചേതക് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മാർക്കറ്റിലേക്ക് വരാനായിട്ട് പോകുന്നത്. IC എഞ്ചിന് നമ്മൾ പറഞ്ഞിരുന്നത് നമുക്കറിയാം, എഞ്ചിനും അതുപോലെ തന്നെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരുന്നു നമ്മളിപ്പോൾ കിലോമീറ്റർ നമുക്ക് എത്ര കിട്ടും, എത്ര മൈലേജ് കിട്ടും എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ടോട്ടലി ഡിഫറൻസ് ആയി എന്നുള്ളത് ഇപ്പോൾ കുറേ ഇലക്ട്രിക് സ്കൂട്ടർ വന്നതനുസരിച്ച് തന്നെ നമുക്കറിയാം. ഇപ്പോൾ എല്ലാവരും നമുക്കറിയാം മൈലേജ് അല്ല, റേഞ്ചാണ് പറയുന്നത്. ഇത്ര ചാർജിന് എത്ര റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എടുത്ത് പറയേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയുമാണ്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് അർബനേറ്റിൻ്റെ ചേതക്കിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ IP67 എന്ന് പറയുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോട്ടോർ സൈക്കിളിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അതുപോലെ തന്നെ ഇന്റലിജന്റ് ബ്രേക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഈ ഇന്റലിജന്റ് ബ്രേക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം IBMS എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റമാണ് ഈ ബാറ്ററിയിലെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതൊരു പുതിയൊരു അല്ലെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഇന്റലിജന്റ് ബ്രേക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് നന്നായി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബാറ്ററിയുടെ ഡിസ്ചാർജിങ് ആൻഡ് ചാർജിങ്ങിനെ കൺട്രോൾ ചെയ്യും. എടുത്തു പറയേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് മോഡുകൾ തന്നെയാണ്. ഓക്കെ, ഇക്കോ മോഡും സ്പോർട്സ് മോഡും ഉണ്ട്. ഇക്കോ മോഡിന് റേഞ്ച് എന്ന് പറയുന്നത് 95 കിലോമീറ്ററും സ്പോർട്സ് മോഡിന് റേഞ്ച് എന്ന് പറയുന്നത് 85 കിലോമീറ്ററുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എത്ര എനർജി എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് അറിയാം, നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ആണ് അവർ ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കിയത്. ഓക്കെ, ഇപ്പോൾ ബജാജിൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാർജിങ് പ്ലാന്റ് അല്ലെങ്കിൽ ചാർജിങ് സിസ്റ്റം, നമുക്ക് വീട്ടിലെല്ലാം വെക്കാൻ പറ്റിയ ഒരു ചാർജിങ് സിസ്റ്റം കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി ആളുകൾക്ക് കൺവീനിയൻസ് ആവും, ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ചാർജിങ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യം അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ തന്നെ ഈ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഉപയോഗിക്കാൻ അവർക്ക് എല്ലാവർക്കും സാധിക്കും. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർജിങ് കണക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഏഷ്യയിൽ ഒരു തരമാണ്, യൂറോപ്പിൽ ഒരു തരമാണ്, അമേരിക്കൻ കൺട്രീസിൽ ഒരു തരമാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കണക്റ്റിംഗ് പ്ലഗുകളുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി അനുസരിച്ചിട്ടാണ്, അല്ല ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനിയുടെ ഒറിജിനുള്ള സ്ഥലത്തിനനുസരിച്ചിട്ട് തന്നെയാണ് ചാർജിങ്ങിൻ്റെ സോക്കറ്റുകളുടെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മേജറായിട്ടുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. ഇനി ബജാജിൻ്റെ ടയറും അതുപോലെ തന്നെ അലോയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് അർബനേറ്റിൻ്റെ ഈ ഒരു 12 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഓക്കെ, ബോത്ത് സൈഡിൽ 90/90 സെക്ഷൻ MRF സേപ്പർ K എന്ന് പറയുന്ന ഒരു ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ സിംഗിൾ സൈഡഡ് ഷോക്ക് അപ്പറും അതുപോലെ തന്നെ റിയർ സെക്ഷനിൽ മോണോ ഷോക്ക് സസ്പെൻഷനുമാണ് റിയറിൽ വരുന്നത്. അതുപോലെ തന്നെ ഡിസ്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഡിസ്കും അതുപോലെ തന്നെ റിയർ സെക്ഷനിലെ ഡ്രമ്മുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് മോഡലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, 2020 ജനുവരി തൊട്ടായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആയിട്ടുള്ള ബൈക്ക് വരും. ഓക്കെ, ഏകദേശം ഈ ഒരു മോഡൽ തന്നെയായിരിക്കും, വളരെ ഡിഫറൻസ് വരാനായിട്ട് സാധ്യതയില്ല. ഓക്കെ, മോട്ടറിൻ്റെ കാര്യങ്ങൾ റിവീൽ ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇലക്ട്രിക് യുഗമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ കമ്പനികളും ഇലക്ട്രിക്കിലേക്ക് നന്നായി ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ക്വിക്ക് ഒരു അപ്ഡേഷൻ പറയാം. 10 കൊല്ലമായിട്ട് ഏകദേശം 10 കൊല്ലത്തോളം ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തിരുന്ന ഒരു പഴയ കമ്പനി തന്നെ പറയാം, ടോർക്ക് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആ കമ്പനിയിലേക്ക് രത്തൻ ടാറ്റ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ഇനി എന്തായാലും നമുക്കറിയാം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. ഫസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ഏകദേശം മുന്നേ നടന്നപ്പോൾ ഏകദേശം ഡ്യൂക്ക് സ്റ്റോക്ക് ബൈക്കിൻ്റെ 0 to 100 എന്ന് പറയുന്നത് വെറും ഡ്യൂക്ക് സ്റ്റോക്ക് ബൈക്കിൻ്റെ ആ ഒരു പവറോട് കൂടിയിട്ടുള്ള ഒരു ടൈമിംഗ് എല്ലാം ആ ബൈക്കിനുണ്ടായിരുന്നു. ഏകദേശം 8.8 സെക്കൻഡോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയധികം ഒരു ടെസ്റ്റിൽ സക്സസ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയായിരുന്നു ടോർക്ക് മോട്ടോഴ്സ് എന്ന് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇനിയും നല്ലൊരു ഇലക്ട്രിക് ബൈക്ക് ഇനിയും വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ പറഞ്ഞാണ് ടോപ്പ് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ അടുത്താണ്, ഒരു ദിവസം 2 ദിവസം മുന്നേ ആണ് ഈ ഒരു നിക്ഷേപത്തിനെ കുറിച്ച് രത്തൻ ടാറ്റ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു യുഗത്തിനായിട്ട് തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അണ്ടിൽ ദെൻ ചാവോ.